വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യയിലൊക്കെ വലിയ മഴയും പ്രളയവും ഒക്കെ ഉണ്ടായ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഭീതിജനകമായ ഒരുപാട് ദൃശ്യങ്ങളും പ്രേക്ഷകർക്കായി ന്യൂസ് 8 പങ്കുവെക്കുകയും ചെയ്തു. അസമടക്കം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രളയക്കെടുതി അതിരൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ്. തൻ്റെ വളർത്തുമൃഗത്തെ രക്ഷിക്കാനുള്ള ഒരു പ്രദേശവാസിയുടെ ശ്രമമാണ് ആ ദൃശ്യങ്ങളിലൂടെ എന്നാണ് മനസ്സിലാകുന്നത്. 24 ലക്ഷം പേരെയാണ് രാജ്യത്തുടനീളം ഇപ്പോൾ ഇതിനകം തന്നെ പ്രളയം ബാധിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ്. അസമിൽ 24 ലക്ഷം പേരെ പ്രളയം ബാധിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽ അസമിൽ മാത്രം മരിച്ചവരുടെ എണ്ണം 52 എന്നുള്ളതാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ച പശ്ചാത്തലമുണ്ട്. ദൃശ്യങ്ങളിലൊക്കെ കാണാം ജനത്തിൻ്റെ ജീവിതം അതീവ ദുരിതമയമാണ്. ഈ പ്രളയത്തിൽ നിന്നും വെള്ളക്കെട്ടിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാനുള്ള, തങ്ങളെ ജീവൻ രക്ഷിക്കാൻ, അപ്പം കൃഷി രക്ഷിക്കാൻ, വളർത്തുമൃഗങ്ങളെ അടക്കം സംരക്ഷിക്കാനുള്ള അതീവ ശ്രമകരമായ ദൗത്യത്തിലാണ് ജനങ്ങൾ എന്നുള്ളതാണ്. സർക്കാർ സംവിധാനങ്ങളടക്കം ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ പോലും വലിയ തോതിൽ ബാധിച്ച ഒരു പ്രശ്നം, അതിനുള്ള പരിഹാരം തേടുകയാണ് ഭരണകൂടവും മറ്റുമെന്നുള്ളത്. രാകേഷ്, ഇതുവരെ ജലനിരപ്പ് അല്ലെങ്കിൽ പ്രളയക്കെടുതിയിൽ നിന്ന് ഈ സംസ്ഥാനം മുക്തമായില്ല എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, സ്ഥിതി വളരെ മോശമാണ്, രൂക്ഷമാണ്. കാരണം പ്രത്യേകിച്ച് അസമിലും അരുണാചൽ പ്രദേശിലും. കാരണം അസമിൽ നിലവിലെ കണക്കുകൾ പ്രകാരം ഏതാണ്ട് 24 ലക്ഷം പേരെ പ്രളയം ബാധിച്ചിട്ടുണ്ട്. 35 ജില്ലകളാണ് അസമിലുള്ളത്. അതിൽ 30 ജില്ലകളെയും പ്രളയത്തിന്റെ അതാണ് നിലവിലെ സാഹചര്യം. ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ്. പ്രത്യേകിച്ച് കാസിരംഗ നാഷണൽ പാർക്ക് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഉദ്യാനമാണ്, ദേശീയ ഉദ്യാനമാണ്. അവിടെ ഏതാണ്ട് 33 മൃഗങ്ങൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. കാരണം ഈ ഉദ്യാനം പൂർണ്ണമായും, നാഷണൽ പാർക്ക് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിദയനീയമാണ് അവിടുത്തെ സാഹചര്യം. മാത്രവുമല്ല 3 പ്രധാനപ്പെട്ട ജില്ലകളെ ഏറ്റവും സ്ഥിതി രൂക്ഷമായി ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അരുണാചലുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ, ഒപ്പം ദുബ്രി അടക്കമുള്ള ജില്ലകളിലും സ്ഥിതി അതിദയനീയമാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ഇതിൽ ആശ്വാസം നൽകുന്ന വാർത്ത, ഇന്നലെ മരണം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന കണക്കുകൾ. കാരണം പ്രളയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മിനിഞ്ഞാന്നത്തെ 52 പേരാണ് മിനിഞ്ഞാന്ന് മരിച്ചത്. പക്ഷേ ഇന്നലെ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ സംഭവത്തിനിടയിലും ഈ പ്രളയത്തിനിടയിലും ആശ്വാസകരമായ വാർത്തയാണ്. പക്ഷേ അപ്പോൾ പോലും ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞൊഴുകുന്ന സ്ഥിതി രൂക്ഷമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്രഹ്മപുത്രയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കൊക്രജാർ, ദുബ്രി, ബക്സ, ബാർപേട്ട തുടങ്ങിയ മേഖലകളിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലൊക്കെ വീണ്ടും വെള്ളം കയറാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് വാട്ടർ കമ്മീഷന്റെ ഭാഗത്ത് നൽകുന്നുണ്ട്. അത് സ്ഥിതി ആശങ്കയ്ക്ക് ഇട നൽകുകയും ചെയ്യുന്നുണ്ട്. സമാനമായ സാഹചര്യം തന്നെയാണ് അരുണാചൽ പ്രദേശിലും. കനത്ത മഴ തുടരുന്നു, ഒപ്പം തന്നെ പലയിടത്തും മണ്ണിടിച്ചിലും തുടരുന്നു. ഇത് പല മേഖലകളെയും ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പാലങ്ങൾ തകരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. റോഡുകളും പൂർണ്ണമായി ഒലിച്ചുപോയ സ്ഥിതിയിലാണ്. അതുകൊണ്ട് തന്നെ പല മേഖലകളും ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി സഹായം, കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് സഹായം വേണമെന്നൊരു ആവശ്യം അരുണാചൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അടക്കമുള്ളവർ നേരിട്ട് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴ തുടരുമെന്ന മുന്നറിയിപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്ന്, കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അടുത്ത 3 ദിവസങ്ങളിലും സമാനമായ ഒരു സ്ഥിതി തുടരുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഏതായാലും നൽകുന്നത്. രഞ്ജിത്ത്, നമുക്ക് ചില ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകണം. നമുക്കറിയാം, എപ്പോഴും ഈ പ്രളയം എന്നത് ഒരുപാട് ദുരിതങ്ങളുടെ സമയം കൂടിയാണ്. ബോട്ടിനകത്ത് ഒരു സ്ത്രീയെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തി. അവർ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ബോട്ടിനകത്ത് അവർ പ്രസവിച്ചു എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രസവമെടുക്കുന്ന സ്ത്രീജനങ്ങളടക്കമുള്ളവർ അവിടെയുണ്ട്. ഒരു കുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞും അമ്മയും സുഖമായിരിക്കുന്നു എന്നുള്ള ഏറ്റവും ആഹ്ലാദകരമായ, സന്തോഷകരമായ ഒരു വാർത്തയും കൂടിയുണ്ട്. ഈ പ്രളയക്കെടുതികൾക്കിടയിലും അത്തരം കാര്യങ്ങൾ കൂടി നടക്കുന്നു എന്നുള്ളതാണ്. ആ കുട്ടിക്ക് പ്രസവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഒപ്പം ഉണ്ടായിരുന്നവർ സജ്ജമാക്കി. അതിനുശേഷം അവരെ സുരക്ഷിതമായി അവരുടെ വസതിയിലേക്ക് എത്തിച്ചു എന്നുള്ളതും മനസ്സിലാകുന്നുണ്ട്. ചികിത്സയിലാണ് ഇപ്പോൾ യുവതിയും കുഞ്ഞും. 2 പേരും സുഖമായി ആരോഗ്യത്തോടെ ഇരിക്കുന്നു.